ബാബുവാനി സാറിന്റെ കേസ് പറയുമ്പോൾ ബാബുവാൻ ഈ പുള്ളി വേറെ ലീഗാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോഴും ബാബു ആന്റണി എന്ന് പറയുന്ന ആൾക്ക് എത്ര സിനിമകൾ കുറച്ച് ചെയ്താലും യു ഹാവ് എ സെറ്റ് ഓഫ് ഫാൻസ്, ബാബു ആന്റണി ഫാൻസ് എന്ന് പറയുന്ന. ഇപ്പം അരുണോട് പറഞ്ഞ പോലെ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്നേഹം അറിയിക്കാൻ പ്ലാറ്റ്ഫോമുകളില്ല. അപ്പൊ ലെറ്ററുകൾ വരും അല്ലെ, നമ്മൾ പുറത്ത് കാണുമ്പോൾ വന്ന് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ലെറ്റേഴ്സ് വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അന്ന് ആ സമയത്ത് ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വില്ലനായി ഹീറോ ആയി അങ്ങനെയുള്ള സമയത്ത്. അപ്പം ഓരോ സിനിമയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കുന്നുകൂടി ലെറ്ററുകൾ കിടക്കുമായിരുന്നു. അപ്പം അത് എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല. ഒരു 10-100 ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിന് മറുപടി അയച്ച് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു. പ്രേമലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഓ, ഇതൊക്കെ ഭാര്യക്കറിയോ? അന്നേരം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അത് ഇപ്പൊ ഭാര്യക്കറിയാം. ലെറ്ററിലെടുത്ത് മാറ്റി പിന്നെ അതൊക്കെ സൂക്ഷിച്ചൊന്നും വെച്ചിട്ടില്ല. ഇല്ല, അത് മിസ്സായിപ്പോയി. ഞാനൊരു വലിയൊരു ബോക്സിൽ വെച്ചിരുന്നു. പക്ഷെ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് എങ്ങനെയോ അത് ആ ബോക്സ് കയറി എൻ്റെ ഭാര്യ എടുത്ത് കളഞ്ഞാണെന്ന് എനിക്കൊരു സംശയം. ആവാം, സാധ്യതയില്ല. പക്ഷെ ഇപ്പൊ വലിയ ആളുകൾക്ക് താങ്കളോടുള്ള സ്നേഹം പോലെ കുട്ടികൾക്ക് ഒരു പേടി ഉണ്ടല്ലോ. ഈ പുറത്തിറങ്ങുമ്പോ അങ്ങനെ കുട്ടികൾ പേടിച്ച് മാറി നിൽക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു? ഇല്ല, അവർക്കൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനെ അടുത്ത് വരാനൊന്നും പേടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ യൂഷ്വലി വില്ലൻ എന്ന് പറഞ്ഞ് ആ ടൈമിൽ കണ്ടിട്ടുള്ള വില്ലന്മാരൊക്കെ പല്ല് കടിച്ചു പിടിച്ച് അവര് കുറച്ചും കൂടെ ധാർഷ്ട്യം കാണിച്ച് അങ്ങനത്തെ വില്ലന്മാരാണ്. അത് എക്സാക്ട്ലി. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ബൈ ഡിഫോൾട്ട് ഒരു വില്ലന് വന്നിരുന്നത്. പക്ഷെ ബാബു ആന്റണി എന്ന് പറയുന്ന വില്ലന് ഇതൊന്നും ഇല്ലായിരുന്നു. കുറേം കൂടെ ഒക്കെ സട്ടിലായിരുന്നു ആള്. ഇപ്പം എങ്ങനെ അത് പിടിച്ചത്? അത് ഡയറക്ടേഴ്സ് പറഞ്ഞതാണോ അതോ വാസ് ഇറ്റ് യുവർ സ്റ്റൈൽ? എൻ്റെ ഒരു ധാരണ അതായിരുന്നു. കാരണം ഞാൻ എപ്പോഴും സട്ടിൽ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ സിനിമകൾ കാണുമായിരുന്നു. ഞാൻ FTA ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും 2 സിനിമകൾ കാണും, ക്ലാസിക്സ് കാണുമായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ഒരു ആക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതുപോലെ ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും അവസാനം വന്ന എനിക്ക് TG രവിചേട്ടനാണെന്ന് തോന്നുന്നു. എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വില്ലൻ ചിലമ്പിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കാലഘട്ടം വരെ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഒരു 2 റേപ്പ് മിനിമം 2 റേപ്പ് 3 പിടുത്തം, അത് അടി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് മാനസികമായിട്ടും അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം മലയാള സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റേപ്പ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. പക്ഷെ ഈ ചേഞ്ച് കൊണ്ടുവരാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. അതൊരു കംപ്ലീറ്റ് മാറ്റം വരുമ്പോ എല്ലാരും വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ അത് പ്രശ്നമായിട്ടുണ്ടോ? എനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്, തമിഴ് സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹിന്ദി സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഒരു വില്ലന് റേപ്പ് ചെയ്യണമെങ്കിൽ ഐദർ ഹി ഷുഡ് ബി എ റേപ്പിസ്റ്റ്, അല്ലെങ്കിൽ ഇയാൾക്ക് പൈസ ഉണ്ടല്ലോ, ഹി ക്യാൻ ഹയർ വിമൻ. എന്തിനായി ഇങ്ങനെയുള്ള ലോജിക്കലി ആക്രോശങ്ങൾ. പഴയ സിനിമയുടെ സങ്കല്പം അങ്ങനെയൊക്കെയാണ്. വില്ലനായി കഴിഞ്ഞാൽ റേപ്പ് ചെയ്യണം, അല്ല വെള്ളം അടിച്ചിട്ട് നടക്കണം, ഇങ്ങനെ തോക്ക് കൈ വേണം, അങ്ങനെ ഒരു സംഭവം. പൈപ്പ് വെച്ചിട്ടുള്ള മറ്റേ പൈപ്പ് വെച്ച സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് കത്തിച്ച് നടന്ന് പുകയൊക്കെ ഊതി മുതലക്കുഞ്ഞുങ്ങൾ ക്യാമറയുടെ ഫ്രെയിമിൽ വന്നിട്ട് ഊതിയിട്ട് സംസാരിക്കണം. ചുമന്ന ലൈറ്റൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ അടിച്ച് ഒരു മ്യൂസിക് കൊടുത്തിട്ട് ഈ സംഭവം ഇതെല്ലാം ഇന്ന് അത്യാവശ്യമൊന്നും അല്ലല്ലോ. ആ ഒരു രീതി ചേഞ്ച് ഓവർ ആ സമയത്ത് സംഭവിച്ചു. അത് വലിയൊരു എനിക്ക് അഭിമാനപൂർവ്വം പറയാവുന്നൊരു സംഭവമാണ്.